ഇക്ക ഇപ്പൊ എങ്ങനെയുണ്ട്? ഇക്കായ്ക്ക് പോകാമായിരുന്നില്ലേ? എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇക്കായ്ക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് വിഷമിച്ച്. അതെങ്കിലും ഒഴിവാക്കാമായിരുന്നു. പോട്ടെ, പല മനുഷ്യരും പല രീതിയിലല്ലേ. എപ്പോഴും ആഷ്നയുടെ വീട്ടിൽ പോകുമ്പോൾ വയറുവേദന തലവേദന എന്നൊക്കെ പറഞ്ഞിക്ക് ഒഴിവാക്കി. ഇതാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോഴെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. അപ്പൊ ഇതെങ്കിലും ഒഴിവാക്കാമായിരുന്നു. കരയണ്ട. ഞാൻ പിടിക്കണോ? എനിക്ക് തന്നെ നടക്കാൻ വയ്യ, അല്ലെങ്കിൽ ഞാൻ പിടിച്ചേനെ. ശ്രദ്ധിച്ചോളെ. കുഴപ്പമില്ല, ഉമ്മ കേറ്. അയ്യാതെ വന്ന ഉമ്മ അല്ലേ പണി. നൂർജി വന്ന ആഷ്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളു. കാര്യമെല്ലാം മംഗളായിട്ട് കഴിഞ്ഞില്ലേ അമ്മ? എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു മോനെ, കഴിഞ്ഞു. ആഷ്ന, മല്ലയൊക്കെ വരാതിരുന്ന എനിക്ക് ഒരുപാട് വിഷമമായി. എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ. സുഖമല്ലേ മോളെ? എനിക്ക് സുഖമാണോന്നും തിരക്കിയില്ല. മോളെ സുഖമല്ലേ? അലി ഹസനും ഒക്കെ അങ്ങ് പോയാ? അവരൊക്കെ അങ്ങ് അതുവഴി അങ്ങ് പോയിക്ക. അവിടെ എല്ലാരും തിരക്കി ഇക്ക വരാഞ്ഞ എന്താന്ന്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം, ഇരിക്കേ. അതാ എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ അവൻ വരാഞ്ഞത്. എല്ലാവർക്കും അറിയാം. ആ പല്ലവി എന്നെ പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. വന്നേ അസ്ന. മോളെ, ഈ ഫയലെല്ലാം എടുത്ത് ആശുപത്രി കൊണ്ടുപോകാനുള്ള. ഫയലൊക്കെ എടുത്തുമ്മ, വണ്ടിക്കകത്തിരിക്കുക. ഇക്ക ആ ഫയല് വണ്ടിയിൽ ഒരു ബാഗിനകത്ത് എൻ്റെ കുറച്ച് ഡ്രസ്സും ഹോസ്പിറ്റലിലെ ഫയലും ഇരിക്കുന്നു. ഞാൻ എടുത്തേക്കണേ. വണ്ടിയിൽ നിന്ന് സാധനമൊക്കെ ഞാൻ എടുത്തോളാം. മാമി അങ്ങ് വീട്ടിൻ്റെ അടുത്ത് ഇറങ്ങി. അവൾക്ക് പിന്നെ ഇവിടെ നിന്ന് അങ്ങ് തിരിച്ച് നടക്കണ്ടേ അവനെ. അതുകൊണ്ട് പിന്നെ അവളെ വണ്ടി അങ്ങ് നിർത്തി കൊടുത്തു. ആ ചെറുക്കൻ്റെ പൈസയും കൂടെ കൊടുത്തു വിടും. കുറേ നേരം കിടന്നതാ. എന്തെങ്കിലും കൂടുതൽ ചോദിച്ചാലും കൊടു. അത് പിന്നെ ഉമ്മ പറഞ്ഞില്ലേ, ഞാൻ കൊടുക്കുമല്ലേ. ഡ്രൈവർ ആഹാരമൊക്കെ കഴിച്ചാൽ? ആഹാരമൊക്കെ അവൻ കഴിച്ചു. വിളിച്ചു കൊടുത്തില്ലായിരുന്ന ചെറുക്കനിക്ക്? കൊടുത്ത് അവിടെ വിളിച്ച് ഇക്ക എല്ലാവരെയും വിളിച്ച് ആഹാരം കൊടുത്തായിരുന്നു. കൊടുത്തിട്ടുണ്ട് ഇക്ക. ഉമ്മ, ഞാൻ അവനെ പറഞ്ഞു വിട്ടിട്ട് വരട്ടെ. രണ്ടുപേരുടെയും പറയുക. എന്താ? നൂർജിക്ക് അനസിനോ വിഷമം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഇവിടെ സംസാരമോ വിഷയമല്ലോ ഉണ്ടായ കേട്ടല്ലേ അസ്ന? അല്ലെങ്കിൽ ഉമ്മായിക്ക് ഞങ്ങളൊക്കെ കഴിയും ഇഷ്ടം ഇക്കായോട് തന്നെയാണ്. എന്ത് പറഞ്ഞാലും ഇക്കാടെ ഇഷ്ടങ്ങളും അതിന് തന്നെ ഉമ്മ എപ്പോഴും പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. നമ്മളൊന്നും മിണ്ടാൻ പറ്റത്തില്ല. മോളെ, ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ അറിയാവുന്ന നിനക്കല്ലേ. നീ തന്നെ പറഞ്ഞിട്ടില്ലേ, ഈ 5 പേര് ജീവിച്ചിരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ കടമപ്പെട്ട അവനോടാണ്. അവനുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ 5 പേര് ജീവിച്ചിരിക്കുന്നതെന്ന്. മറ്റു 3 പേരും കുഞ്ഞുങ്ങളായിരുന്നു. അവർക്ക് കൂടുതലൊന്നും അറിയത്തില്ല. നീ
നീ മറക്കരുത്. ഞാനും കേട്ടിട്ടുണ്ട് അതൊക്കെ. ഞാൻ വാപ്പായെ കണ്ടിട്ടില്ല, ഇക്കായെ തന്നെ വാപ്പായിട്ട് കണ്ടിട്ടുള്ളത്. ആഷ്ന, ഈ പാലൂടി മോളെ. ആട്ടുംപാല. അപ്പുറത്തെ വീട്ടിൽ ആര് പാത്താടേ ആട് പ്രസവിച്ച്. അന്നേ ഉമ്മ പറഞ്ഞതാ നീ വരുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് പാല് കറണേന്ന്. അങ്ങനെ ഇന്നത്തെ രാവിലെ കൊണ്ട് തന്ന്. അത് കാച്ചി ഇതാ കുടിച്ചോ. അയ്യോ, അതിന് പാല് കൊടുക്കണ്ട. അതിപ്പോ അവക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അവിടുന്ന് ലൈം ജ്യൂസ് വാങ്ങി കൊടുത്തായിരുന്നു. അപ്പൊ പാലും ജ്യൂസും കൂടെ ഒക്കെ ആകുമ്പോഴേ അത് പിരിയും. ആണോ? എങ്കിൽ കുടിക്കണ്ട. അത് പിന്നെ ആവട്ടെ, അങ്ങ് കൊണ്ടുവച്ചേരാ. എങ്കിൽ നീ ചോദിച്ചാ മതിയേ, ഞാൻ അപ്പം ചൂടാക്കി തരാം. മതിനെ അവിടെ കൊണ്ട് വെച്ചേരാ, ഞാൻ കൊടുത്തോളാം. പിന്നെ മതിനിക്ക് എന്തെങ്കിലും പണി കാണത്തില്ലേ അവിടെ, അത് ചെയ്തോ. പണിയുണ്ട് അതിന്. വേണ്ടെങ്കിൽ കൊടുക്കണ്ട മോളെ, മോളത് കൊണ്ടുപോയി പിന്നെ എടുക്കാം. എങ്കിൽ ഞാൻ പോട്ടെ അമ്മ, കുറച്ച് പണി കിടക്കണം. എന്തിനകത്താ കള്ളം പറഞ്ഞത്? അശ്ന, നിനക്ക് കാര്യങ്ങൾ അറിയത്തില്ല. അവളൊരു മച്ചിയാ. അവളെ കയ്യിൽ നിന്ന് കാര്യം വാങ്ങി കുടിച്ചാലേ അത് നിനക്കാ ദോഷം ചെയ്യുന്ന, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്. അപ്പൊ അവളെ പ്രസവം വരെ നോക്കാൻ മോളുണ്ടായിരിക്കുമല്ലോ അല്ലേ ഇവിടെ? അയ്യോ, അതില്ല. അത് ഞാൻ 2 ദിവസം കഴിയുമ്പോ അങ്ങ് പോകുമ്മാ. എനിക്കങ്ങനെ നിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ 2 ദിവസം എന്ന് പറയുന്നത് തന്നെ അവിടെ ഒരാള് വിടത്തില്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ചോദിച്ചു വാങ്ങിച്ചോണ്ട് വന്നല്ലേ അവളിവിടെ 2 ദിവസം നിൽക്കാൻ, അവൾക്ക് വേണ്ടുന്നതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നിൽക്കാൻ. അതുകൊണ്ടല്ലേ 2 ദിവസം കഴിയുമ്പോ ഞാൻ അങ്ങ് പോകും. അപ്പൊ 2 ദിവസം കഴിഞ്ഞാൽ നൂർജിയല്ലേ എടുത്തു കൊടുക്കണ്ട, അപ്പൊ ദോഷം വരത്തില്ല അല്ലേ? അവള് വേവിച്ചു കൊടുക്കുന്നതിനൊന്നും ദോഷമില്ലേ മോളെ. മോളെ, നീ അവള് പറയുന്നത് കേട്ടൊന്നും നിൽക്കല്ലേ. ഇതൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അന്ന് കല്യാണം ആലോചിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അമ്മ, ആ പണ്ട് ചേട്ടത്തിയെ ഒരു മച്ചിയാണ്. അത് അറിഞ്ഞു വെച്ചിട്ട് തന്നെയല്ലേ കല്യാണം നടത്തിയത്. അന്ന് ഉമ്മ പറഞ്ഞെന്താ, ഒരു പാവപ്പെട്ട പെണ്ണ്, ഉമ്മ ഇല്ല വാപ്പ ഇല്ല, നല്ല അച്ചടക്കമുള്ള പെണ്ണ്. അതിനെന്ത്? അന്നേ ഞാൻ പറഞ്ഞതാ, എനിക്ക് ആ കുടുംബമേ ഇഷ്ടമല്ലായിരുന്നു. വെറുതെ ഓരോന്ന് പറയാതെ താത്ത. വേറെ വല്ല പെൺപിള്ളേരെയും കെട്ടിയിരുന്നെങ്കിലേ ഉമ്മായിക്ക് ഇപ്പൊ ഇവിടെ പേരമക്കളെയും കളിപ്പിച്ചോണ്ടിരിക്കായിരുന്നു. മതി മതി മതി, നിർത്ത്. ആഷ്ന, നീ പോയി ആ വേഷമൊക്കെ ഒന്ന് മാറി. ഉമ്മ പോ, ഞാനും പോന്നുമ്മ. ചെല്ലേ, എന്നാ നീ പീരിക്കാതെ ഞാനും പോട്ട്. ഓരോന്നും പറഞ്ഞെന്ന് വെച്ചോ എടുത്തു. നൂർജി, ഞാൻ പറയുന്നേ കൂടെ നീ ഒന്ന് കേക്ക്. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ ഉമ്മായിക്ക് നമ്മളെ കഴിയ സ്നേഹം നൂർജിയോടാ അല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? നൂർജി എന്ന് പറഞ്ഞ ഉമ്മ മരിക്കും. നൂർജി എന്താ കഞ്ഞി ഇടുമോളെ ഉമ്മാക്ക്. അവിടെ നിന്നൊന്നും കഴിച്ചില്ലേ? അത് എനിക്ക് ഈ ബിരിയാണി അതൊന്നും പറ്റത്തില്ല, നിനക്കറിയാലോ. ഞാൻ ഒന്നും കഴിച്ചില്ല. ഇത്ര സമയമായിട്ട് കഴിച്ചില്ലേ മാ? മുളിച്ച് കഞ്ഞി രാവിലെ എന്തെങ്കിലും വെച്ചുണ്ടെങ്കിൽ കഞ്ഞി ഉണ്ട് മാ, ഞാൻ എടുക്കാം. പിന്നെ അവിയല് മാത്രമേ വെച്ചോളായിരുന്നു, അത് മതിയാ? അത് മതി, കറി മതി. മുളക് ഞാൻ കിടക്കട്ടെ. അമ്മ റൂമിലോട്ട് പോവാം, ഞാൻ കൊണ്ടുവരാം. ഇത്രയും സമയമായിട്ട് ഗുളി കഴിക്കാനുള്ള ഉമ്മക്ക് അറിഞ്ഞൂടായിരുന്നോ? കഴിച്ചുകൂടാ? എനിക്കറിയാം എന്താ കഴിക്കാത്തേന്ന്.
ഞാൻ ദാ എടുക്കട്ടെ. ഇപ്പൊ കൊണ്ടുവരാം അമ്മ. റൂമിലോട്ട് ഇഞ്ഞിത്താ. ഈ പിള്ളേരവിടെ നോക്കിയിരിക്കുവാണ്. ചെല്ലേ വളർത്തിയ മക്കളോട്. പോന്നുമ്മ പോന്ന്. ഞങ്ങളെ കുറെ നാൾ കൂടി കണ്ടേല്ലേ, വർത്താനൊക്കെ ഒന്ന് പറഞ്ഞിട്ട്. അമ്മ കിടന്നോ? ചെന്ന് വേഷമൊക്കെ മാറ്. നീ എന്നെ നോക്ക്. അവിടെ വന്നിട്ട് ഒരു തുള്ളി വെള്ളം ഉമ്മ വാങ്ങി കുടിച്ചാ. മരുമോളെ കൊണ്ടുവരാത്തതിന്റെ കെറുവായിരുന്നു. ഒരു തുള്ളി വെള്ളം കുടിച്ചില്ല. ഇവിടെ വന്നിട്ട് ഇപ്പൊ കഞ്ഞി വേണോന്ന് മരുമോളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേ കുടിക്കും. ഈ കണക്കിന് നിന്റെ വീട്ടിൽ വന്നാലേ എന്റെ വീട്ടിൽ വന്നാല് ഒരു പച്ച വെള്ളം വാങ്ങിച്ച് കുടിക്കുവോ? അത് ഉമ്മായിക്ക് ഇക്ക കഴിച്ചില്ലെങ്കിൽ ഉമ്മായിക്ക് ഇറങ്ങുമോ? അല്ലയൊക്കെ കഴിക്കാതിരുന്ന ഉമ്മ എന്തെങ്കിലും കഴിക്കുവോ? ഇല്ലല്ല. അതാണ് നമ്മളോടുള്ള സ്നേഹം. ഇത്തായിക്കൊരു കാര്യം അറിയാം. കഴിഞ്ഞ മാസം 3 ദിവസം ഉമ്മ ഹോസ്പിറ്റലിൽ കിടന്ന് ഷുഗർ കൂടിയിട്ട്. ഈ അവസ്ഥയിൽ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. വരാനോ നോക്കാനോ കാണാനോ ഒന്നും പറ്റിയില്ല. ഇത്തത്തെ എവിടെ പോയിരുന്നു? അത് അന്നല്ലേ, അന്ന് ആദിലേക്ക് എക്സാം അല്ലായിരുന്ന. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ കളഞ്ഞിട്ട് വരും. നീ പിന്നെ ഇങ്ങനെ ഇരിക്കുമല്ലേ, പിന്നെ മരുമോള് കടമയല്ലേ ഉമ്മായ നോക്കണ്ടത്. അന്ന് നോക്കിയത് ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് മതിനെയാ. നമ്മൾ ഈ വല്ല കാലത്ത് ഇങ്ങോട്ട് വരുന്നതല്ലേ ഉള്ളൂ. അല്ലാത്തപ്പോൾ എപ്പോഴും ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന, ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന, ഉമ്മായിക്കൊന്ന് വയ്യെങ്കിൽ എല്ലാ കാര്യവും നോക്കുന്ന, ഉമ്മയുടെ തുണികൾ വരെ കഴുകി കൊടുക്കുന്ന മതിനെയാ. ആണോ? അപ്പോൾ ഉമ്മ മോളായിട്ട് കാണുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടാ? അവരെ അമ്മ നല്ല രീതിയിൽ പോന്നല്ലേ. നമ്മളൊന്നും അറിയണ്ടല്ലോ. ഉമ്മയുടെ കാര്യം എന്തെങ്കിലും കുഴപ്പം വന്നാലും ഉമ്മയ്ക്ക് അസുഖം വന്നാലും നമ്മൾ ഓടണ്ടല്ലേ, നമ്മൾ വിഷമിക്കണ്ടല്ലേ. അതിനെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞ് ചെയ്തോളും. ഇന്ന് വന്ന നാളെ അങ്ങ് പോവും. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങ് പറയുന്നത്. ഉമ്മയ്ക്ക് വല്യൊക്കെ കഴിച്ചില്ലെങ്കിൽ ഇറങ്ങത്തില്ല. ഉമ്മയ്ക്ക് ഒന്നാമത് ഇന്നലെ ഞാനാ വിളിച്ചിട്ട് പറഞ്ഞത് അതിനെ കൊണ്ടുവരണ്ടെന്ന്. അതെന്താണെന്നറിയാമോ? എനിക്കിഷ്ടമല്ല എന്നിട്ടല്ല, അവിടുത്തെ എൻ്റെ ഉമ്മയുടെ കാര്യം അറിയാമല്ലേ, അവർക്കങ്ങ് അന്ധവിശ്വാസമാണ്. അവർ ഈ അന്ധവിശ്വാസത്തിൽ ഇനി എന്തെങ്കിലും ചെറിയ തെറ്റ് വന്നാൽ കിടന്ന് പ്രാകും. അത് ഈ മദിനയുടെ തലയിൽ തന്നെ വീഴണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല ഒന്നുമല്ല. മോളെ അശ്ന, മോക്ക് ആ റൂം അവള് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ചെല്ല്. ഇപ്പത്തെ അവിടെ ഇരുന്ന് പറഞ്ഞു. ഞാൻ അശ്ന മോളെ, ഈ ഒരു പെട്ടിയല്ലേ ഉള്ളോ? ഞാൻ റൂമിൽ കൊണ്ടുവയ്ക്കാം. മോളങ്ങ് ബാ. നീ അവളെ കൂടെ കിടക്കുവോ? ആ റൂം മതിയാ? ഞാൻ അവിടെ കിടന്നോളാം. വല്ലപ്പോഴും വീട്ടിൽ വന്നാൽ സ്വന്തമായിട്ട് കിടക്കാനും ഒരു റൂമില്ല. നമ്മളെ പെൺമക്കളെയൊക്കെ അവസ്ഥ ഇത് തന്നെയല്ലേ. ഇത്രയും നാൾ കൂടി വന്നതാ. എങ്കിൽ ചെല്ല്. ഞാൻ കിടക്കും. ഒരുപാട് ഇരുന്ന് ക്ഷീണിച്ചല്ലേ, കഞ്ഞി കുടിച്ചിട്ട് കിടക്കട്ടെ. അമ്മ കിടന്നോ? വാങ്ങോട്ട്. ഞാനും വരുന്നുണ്ടേ. എന്നാ കൂടെ വന്നപ്പോ അവസാനം അല്ല ഞാൻ ഒറ്റപ്പെട്ട.